സ്റ്റുഡൻസ് ഒൺലി പവേർഡ് ബൈ രാംരാജ് ധോത്തീസ് സെലിബ്രേറ്റഡ് ബൈ വണ്ടർലയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ പഠിച്ചത് ഒരു എയ്ഡഡ് സ്കൂളിലായിരുന്നു. സാറിനെ സംബന്ധിച്ച് സാറ് പൊളിറ്റീഷ്യൻ എന്ന ഇതിൽ പോകാനാണ് സാറിന് താല്പര്യം. ഞാൻ പഠിച്ച സ്ഥിതിക്ക് എൻ്റെ സ്കൂളിൽ +2 വരെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പൊളിറ്റിക്സ് ആയിരുന്നു, കൂടുതൽ ക്യാമ്പസ് പൊളിറ്റിക്സ് ആയിരുന്നു. അതേസമയം ഞാൻ ഇപ്പോൾ പ്രൊഫഷണൽ കോളേജിൽ വന്നിവിടെ ക്യാമ്പസ് പൊളിറ്റിക്സ് ഒന്നുമില്ല. ഒരു ക്യാമ്പസ് പൊളിറ്റിക്സിലൂടെ ഓരോ വിദ്യാർത്ഥികൾക്കും ലീഡർഷിപ്പിലോ അതോ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഹൈക്കോടതി വന്നിട്ട് ഓരോ സ്കൂളിലും ഓരോ കോളേജുകളിലും ക്യാമ്പസ് പൊളിറ്റിക്സ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ സാറിന് എന്താ പറയുക? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഹൈക്കോടതി പറയുന്നതല്ല ശരി. ഹൈക്കോടതി പറഞ്ഞത് നമ്മുടെ ക്യാമ്പസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം പാടില്ല എന്നാണ്. ഇത് പറയാൻ ഇന്ത്യ പോലെ വലിയ പ്രക്ഷോഭങ്ങളിലൂടെ അനേകം ആളുകളുടെ രക്തസാക്ഷിത്വത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ക്യാമ്പസിനകത്ത് രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്ന ഭൂലോക വിഡ്ഢിത്താണ്. ഈ രാജ്യത്തെ ക്യാമ്പസുകളിലേക്ക് രാഷ്ട്രീയം പ്രസരിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയും മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകളാണ്. വാനരസേന എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബാലികാ ബാലന്മാരെ പോലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ മഹാപ്രക്ഷോഭത്തിലേക്ക് ആനയിച്ചിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് രാഷ്ട്രീയമില്ലാതെ വേറെ എന്താണ് നമ്മൾ ശ്വസിക്കുക? ക്യാമ്പസിൻ്റെ മതിൽക്കെട്ടുകൾക്ക് അകത്തു നിന്ന് നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ നിന്ന് രാഷ്ട്രീയത്തെ പറിച്ചു കളയാൻ പറ്റുമോ? എന്നെ ക്യാമ്പസിൻ്റെ മതിൽക്കെട്ടിനകത്ത് കൊണ്ട് നിർത്തിയിട്ട് നിങ്ങളുടെ മനസ്സുകൾ ക്യാമ്പസിൻ്റെ മതിൽക്കെട്ടിനകത്ത് നിൽക്കുമ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയം എങ്ങനെയാണ് വേർതിരിച്ചിട്ട് നിങ്ങളുടെ രക്തത്തിൽ നിന്ന് മാറ്റിയെടുക്കുക? നിങ്ങളുടെ രക്തത്തിലും നിങ്ങൾ ശ്വസിക്കുന്ന വായുവിലും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമില്ലാതെ മനുഷ്യനില്ല, സമൂഹമില്ല. അത് ക്യാമ്പസിനകത്ത് വേണ്ടാന്ന് കോടതി പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? രഞ്ജേട്ടാ, ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ പോസിറ്റീവ്സ് നമുക്ക് 90% ഉയർത്തി പറയാൻ പറ്റുമ്പോഴും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷണൽ മിസ്റ്റേക്ക് ഉണ്ട് 10%. ആ 10% വരുന്ന ആപ്ലിക്കേഷണൽ മിസ്റ്റേക്സിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയമെന്ന കുട്ടികളുടെ സർഗാത്മകമായ അല്ലെങ്കിൽ കുട്ടികളുടെ ക്രിയാത്മകമായ ഒരുപാട് ചിന്തകളെ തുടച്ചു മാറ്റാൻ, രാഷ്ട്രീയത്തെ തന്നെ മാറ്റുന്ന ഒരു രീതി നിൽക്കുമ്പോൾ ഇതിനെ എങ്ങനെ നമുക്കൊന്ന് സിങ്കർണൈസ് ചെയ്ത് കൺസ്ട്രക്റ്റീവായി പൂർണ്ണമായി ക്യാമ്പസിൽ കൊണ്ടുവരാൻ കഴിയും? ഈ ക്യാമ്പസ് രാഷ്ട്രീയം വലിയ അപകടമാണെന്ന് പറഞ്ഞു നടത്തുന്ന കുറേ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുണ്ട്, കുറേ പത്രങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് ക്യാമ്പസ് രാഷ്ട്രീയം പോലെ തന്നെ പുറത്തും സംഭവിക്കുന്നുണ്ട്. ഈ 90%-നപ്പുറം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമൊന്നും ഒരിടത്തും ഉണ്ടാവില്ല. നമ്മുടെ പുറത്തെ രാഷ്ട്രീയത്തിൽ അപകടങ്ങളില്ല. അതുകൊണ്ട് പുറത്തെ രാഷ്ട്രീയം നിരോധിക്കാൻ പറ്റുമോ കോടതി വിചാരിച്ചാൽ? പുറത്തുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ് ക്യാമ്പസിലും സ്കൂളിലും ഒക്കെ സംഭവിക്കുക. അതിനെ നവീകരിക്കാനേ പറ്റുള്ളൂ, നിരോധിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ അപകടങ്ങളുണ്ടാവാം, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമുണ്ടാകാം, വിദ്യാർത്ഥിയുടെ സംഘടിത ശക്തിയെ മറ്റാവശ്യങ്ങൾക്കായി രാഷ്ട്രീയ പാർട്ടികൾ മോശമായി ഉപയോഗിക്കുന്നുണ്ടാവാം, ദുരുപയോഗം ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതുകൊണ്ട് ഈ പഞ്ചസാര 2 സ്പൂണിൽ കൂടുതൽ കഴിച്ചാൽ അപകടമാണ്, 3 സ്പൂൺ കഴിക്കണ്ടെന്ന് പറയാം. പക്ഷെ പഞ്ചസാര നിരോധിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയം ഇത് ഈ കോടതിയിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്യാൻ ഇല്ലേ? 10-50 വർഷമായിട്ട് കെട്ടിക്കിടക്കുന്ന കേസുകളില്ലേ? വിചാരണയില്ലാതെ തടവിൽ കിടക്കുന്ന ആളുകളില്ലേ? ഇത് കോടതി മാത്രമായിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി കളയാം എന്ന് പറയുന്ന ജുഡീഷ്യറിയുടെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷെ ജുഡീഷ്യറി മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഈ തായ് തൂണുകൾ. അല്ലാത്ത കാര്യങ്ങളിലെല്ലാം ജുഡീഷ്യറിക്ക് കടന്നു കയറാമെന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ ആക്ടിവിസം പലപ്പോഴും ഹെഡ്ലൈനുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. രാഷ്ട്രീയം അപകടമാണെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ, വലിയ സംഭാവനകൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നമ്മുടെ ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ കാണുന്ന നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷവും ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ സൃഷ്ടികളല്ലേ? നമുക്ക് മാറി നിന്നുകൊണ്ട് ഇതിനെയൊക്കെ കുറ്റം പറയാൻ പറ്റും. ക്യാമ്പസ് രാഷ്ട്രീയം കുഴപ്പമാണ്. ഏതെങ്കിലും ക്യാമ്പസിൽ ഒരുപക്ഷെ വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം,
ബസ്സിന് കല്ലെറിഞ്ഞിട്ടുണ്ടാവാം, വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ അതിനെയൊന്നും ജനറലൈസ് ചെയ്തിട്ട് രാഷ്ട്രീയം നിരോധിക്കാം എന്ന് കോടതി തീരുമാനിക്കുന്നുവെങ്കിൽ അതിനോട് എല്ലാ വിയോജിപ്പുകളും മരണം വരെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ചേട്ടാ നമസ്കാരമുണ്ട്. തിരക്കഥയിലൂടെയാണ് സുരേഷ് ഗോപി, മമ്മൂട്ടി അവരൊക്കെ സൂപ്പർ സ്റ്റാറായി മാറിയത്. അതായത് മമ്മൂട്ടിയൊക്കെ ഞാൻ വരുമ്പോഴേ സൂപ്പർ സ്റ്റാർ. പറയുമ്പോൾ ജോസഫ് അലക്സ് അതൊക്കെ ജനങ്ങൾ കയ്യടിയോടുകൂടി ഏറ്റുവാങ്ങിയത്. കമ്മീഷണറിലൂടെ സുരേഷ് ഗോപി, മാഫിയ തലസ്ഥാനം, പിന്നെ സ്ഥലത്തെ പ്രധാന പയ്യൻസിലൂടെ ജഗദീഷ്. അപ്പം രഞ്ജിയേട്ടന് ഇപ്പോൾ ഒരു നടനായി മാറി. ഇപ്പം രഞ്ജിയേട്ടൻ അങ്ങനെ ഒരു തിരക്കഥാകൃത്തിനെ കാത്തിരിക്കുകയാണോ, ആഗ്രഹിക്കുന്നുണ്ടോ? ആര് ചെയ്യാനാ? നടന്ന കൊള്ളായിരുന്നു, ആര് ചെയ്യാനാ? അതാണ് എനിക്കറിയേണ്ടത്. ആ പോയിന്റായിരുന്നു. അല്ല, രഞ്ജിയേട്ടനെ പോലൊരു തിരക്കഥാകൃത്തിനെ ഏതൊരു നടനും ആഗ്രഹിക്കുന്നതല്ലേ? അതിനുത്തരം രഞ്ജി പണിക്കരാണോ നടന്മാരാണോ? അപ്പോൾ രഞ്ജി പണിക്കർ നടനായപ്പോൾ അദ്ദേഹം ചോദിച്ച പോലെ തന്നെ അത്തരത്തിലൊരു തിരക്കഥാകൃത്തിനെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്? ഈ സൂപ്പർ സ്റ്റാർഡം എന്ന് പറയുന്ന അതൊരു വേറൊരു ലോകമാണ്. അത് ഡിമാൻഡ് ചെയ്യുന്ന വേറൊരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊന്നും ഉള്ള ഒരു നടനല്ല ഞാൻ ബേസിക്കലി ഒരു നടനാണോ എന്ന് എനിക്ക് തന്നെ എനിക്കിപ്പോഴും തീർച്ചയായിട്ടില്ല. ഞാൻ 4-5 സിനിമകളിൽ അഭിനയിച്ചു എന്നല്ലാണ്ട്. മുമ്പേ സ്ത്രീകളെ പറ്റി അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നടനാണെന്ന് മനസ്സിലായി. അത് ചിലപ്പോൾ മാത്രം മിന്നി മറയുന്ന ഒരു പ്രതിഭയാണ്. ഇവർക്ക് കത്തിയില്ല പറഞ്ഞില്ല. അവർക്ക് കത്താഞ്ഞിട്ടൊന്നുമല്ല, അവരങ്ങനെ വിട്ടുതരാത്തതുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെക്കാൾ ബോധം സ്ത്രീകൾക്കാണ്. അല്ലപ്പോ ഈ സൂപ്പർ സ്റ്റാർഡം എന്നൊക്കെ പറയുന്നത് എന്നെ പോലെ ഒരാളുമായിട്ട് ചേർത്ത് വെച്ചൊരു ഡിസ്കഷൻ തന്നെ. അല്ല, സൂപ്പർ സ്റ്റാർഡം എന്നുള്ളതാണ് നല്ല കഥാപാത്രങ്ങളെ ഒരു ആക്ടർക്ക് സമ്മാനിക്കാൻ ഒരു തിരക്കഥാകൃത്തിന്റെ പ്രയത്നം വളരെ വലുതാണ്. അത്തരത്തിൽ രഞ്ജിയേട്ടന് വേണ്ടി പ്രയത്നിക്കാൻ, അല്ലെങ്കിൽ രഞ്ജിയേട്ടൻ തന്നെ പ്രയത്നിക്കാൻ പറ്റുന്ന ഒരു സമയം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയോ ആലോചിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഓക്കെ, ആരാണ് എന്താണ് ചോദിക്കുക? ഞാൻ ഈ കാര്യം ചോദിക്കുന്നത് ലൈഫിനെ കുറിച്ച്, രഞ്ജേട്ടൻ്റെ ലൈഫിനെ ബാധിക്കരുത്. രഞ്ജേട്ടൻ ഓം ശാന്തി ഓശാനിൽ അഭിനയിച്ചല്ലോ. അപ്പം നസ്രിയായിട്ട് അഭിനയിച്ചപ്പോൾ അതിൽ ക്ലൈമാക്സിൽ നസ്രിയ നിവിൻപോളിയായിട്ട് ഇഷ്ടത്തിലാവുന്നു, അങ്ങനെ കെട്ടുന്നു. ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഇത്. അപ്പോൾ രഞ്ജേട്ടൻ്റെ റിയൽ ലൈഫിൽ 2 മക്കളാണുള്ളത്, നിതിൻ പണിക്കറും നിഖിൽ പണിക്കറും. ഇവരൊരു ക്രിസ്ത്യനോ മുസ്ലിമോ ഉള്ള ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? ഞാൻ കല്യാണം കഴിച്ചത് 1985-ലാണ്. 30 വർഷമാകുന്നു. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുൻപ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്, നിനക്കിഷ്ടമുള്ള പെണ്ണിനെ വിളിച്ചുകൊണ്ടുവരാം, ജാതിയോ മതമോ പാരമ്പര്യമോ കുടുംബ മഹിമയോ ഒന്നും വിഷയമല്ല എന്നാണ്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ കൂടെ പഠിച്ച ആളെ വിവാഹം കഴിച്ചതാണ്. ഈ 30 വർഷത്തിന് ശേഷം എൻ്റെ മക്കൾ അവർക്കിഷ്ടമുള്ള ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നാൽ ഇറങ്ങടാ പുറത്ത് എന്ന് പറയുന്നൊരു മുരാച്ചിയാണ് ഞാൻ എന്ന് ദയവ് ചെയ്ത് ധരിക്കരുത്. എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരുടെ ഇഷ്ടം തന്നെ ആയിരിക്കും. അത് തന്നെ ആയിരിക്കും. നമുക്കൊക്കെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവും. രഞ്ജിയേട്ടാ, ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. രഞ്ജിയേട്ടൻ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങള് സ്ത്രീകളെ പറ്റി, അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കൊള്ളാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലുണ്ടല്ലോ, ഈ സ്ത്രീകൾക്ക് ഒരു ഒരുമയില്ല, അത് പറഞ്ഞ സ്ത്രീകൾക്ക് ഒരു ഒരുമയില്ല, അത് കേട്ടിട്ട് ഇവർ ക്ലാപ്പ്. അതെ, ഇവിടെയൊക്കെ ഞാൻ ഫൈനൽ ഇയർ എന്ന് പറഞ്ഞ ഒരാൾ എഴുന്നേറ്റാൽ ആമ്പിള്ളേർ കൈയടിക്കും. ആരാന്ന് പേര് പോലും പറയുന്നില്ല. ഇത്രയും നേരം ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോ ഇവിടെ രഞ്ജന്റെ മുമ്പിൽ ഒരുപാട് സുന്ദരന്മാർ ഇരിപ്പുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭാവിയിലെ എഞ്ചിനീയേഴ്സാ. രഞ്ജന് ഒരു കാര്യം അറിയോ? ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാമ്പസ് ലൈഫിൽ 3 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുള്ളത്: പഠിത്തം, പഠിത്തം, പഠിത്തം.
ഓൺലി ഈ 4 വർഷം ഞങ്ങൾ തലയിൽ കംപ്ലീറ്റ്. ക്യാമ്പസിൽ മാത്രല്ല, വീട്ടിൽ ചെന്നാൽ ഇത് തന്നെ പഠിത്തം പഠിത്തം പഠിത്തം. ഇതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ആക്ടിവിറ്റീസും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ടൈം ഇല്ല. ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ടൈം കിട്ടാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഫൈനൽ ഇയർ ആണേ. ഞാൻ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കോളേജ് ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് ഓർത്ത് സന്തോഷിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ റെയർ ആയിട്ടുള്ളൂ. ഇപ്പം ഇന്നത്തെ ഈ കാര്യം, പിന്നെ ഞങ്ങളുടെ ഓണർ സെലിബ്രേഷൻ, പിന്നെ അതുപോലെ എന്താ ടൂറൊക്കെ, പിന്നെ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു മരുഭൂമിയിലെ കുളിർമഴ എന്നൊക്കെ പറയണ പോലെ ക്യാമ്പസിലാവും. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, ഇപ്പം രഞ്ജിയുടെ ലൈഫിലും ക്യാമ്പസിലാവും. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് രഞ്ജിയേട്ടൻ പ്രണയിച്ച സമയത്തെ ആ ഒരു പ്രണയവും ഇപ്പോഴത്തെ ഞങ്ങളുടെ ലൈഫിലെ പ്രണയവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. രഞ്ജിയേട്ടൻ്റെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു വരം ചുറ്റി പ്രേമം അങ്ങനെയൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. ഇവിടെ മരം ചുറ്റി പ്രേമം സിനിമയിൽ മാത്രമേ ഉള്ളൂ. ആണല്ലേ? ജീവിതത്തിൽ ആരും മരം ചുറ്റി പ്രേമിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ അതിലേക്ക് ഞാൻ പറഞ്ഞത്, പഴയ കാര്യം എനിക്കറിയില്ല. ഇവിടെ പ്രേമം എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ ഒരാളുടെ മുഖത്ത് ഭയങ്കര നാണമൊക്കെ ഉണ്ട്. അത് ശ്രദ്ധിക്കണ്ട കേട്ടോ. അപ്പൊ എന്റെ മുഖത്ത് നാണം ശ്രദ്ധിക്കാൻ ഒരു പെൺകുട്ടിയെങ്കിലും ഉണ്ടല്ലോ ഈശ്വരൻ. പെൺപിള്ളേരെ എപ്പോഴും അങ്ങനെയാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴത്തെ റിലേഷൻഷിപ്സ്, ഇപ്പോഴത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ ഒട്ടും സിൻസിയർ അല്ല. അത് ശരിക്കും ഒരു ടൈം പാസ് പോലെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയാസ് അതാണ് ഇതിന് ഇങ്ങനെ ഒരു ലെവലിലേക്ക് വരാൻ മെയിൻ കാര്യം. പക്ഷെ പണ്ടത്തെക്കാളും ഒരുപാട് ഇപ്പം ഫ്ലേർട്ടിങ് മെൻറ്റാലിറ്റിയാണ് മോസ്റ്റ് എല്ലാവർക്കും. ഇപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പെൺകുട്ടികൾക്കൊരു ഫ്രീ അഡ്വൈസ് തരാണ്. നിങ്ങൾ ഇന്ന് ചെന്നിട്ടേ നിങ്ങളുടെ ലവറിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൊന്ന് കയറി നോക്കാം. അപ്പം അറിയാം എന്താ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. മീൻസ് ഞാൻ പറയാണ്, അത് അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇപ്പൊ ആർക്കും ഒരു സിൻസിയറിറ്റി ഇല്ല. ഇപ്പൊ ചായ കുടിക്കുന്ന ഡ്രസ്സ് മാറുന്ന പോലെയാണ് ഇപ്പൊ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആള്. അതിപ്പോ ബോയ്സിന് മാത്രമല്ല, ഗേൾസ് എല്ലാവർക്കും അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് കേക്കട്ടെ. അപ്പൊ രഞ്ജിയേട്ടൻ പറഞ്ഞു രഞ്ജിയേട്ടൻ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെന്ന്. അപ്പൊ എനിക്കറിയേണ്ടത് രഞ്ജിയേട്ടൻ്റെ ഒരു ക്യാമ്പസ് ലവിനെ പറ്റി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇതൊക്കെ സ്വന്തമായി പ്രേമിച്ചും പ്രണയിച്ചും ഒക്കെ അനുഭവിക്കുക. വേറൊരാളുടെ അനുഭവങ്ങൾ അയാളുടെ മാത്രം. എങ്കിലും കേട്ടിരിക്കുന്നത് രഞ്ജിയേട്ടൻ്റെ പേഴ്സണൽ ലൈഫ്. റോസ്മേരി ക്ലീൻ ബൗൾഡ്. അല്ലല്ല, ഞാൻ അത് ഈ അഖില ലോക കാമുകന്മാരെ മുഴുവൻ തള്ളി പറഞ്ഞപ്പോഴേ ഞാൻ പ്രതീക്ഷതാണ്. ഞാനല്ല, അങ്ങനെയല്ല. റോസ്മേരിയുടെ പ്രണയാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല എന്നതുപോലെ തന്നെ എൻ്റെ പ്രണയാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ റോസ്മേരി ആവശ്യപ്പെടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാം. പ്രണയമൊക്കെ ഇതൊന്ന് ആരാ പ്രണയിക്കാത്തത്? എൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ട് വേണോ വേറൊരാൾക്ക് പ്രണയത്തിൻ്റെ അനുഭവങ്ങൾ? പ്രണയം വളരെ സ്വകാര്യമായി ആളുകൾ മനസ്സിൻ്റെ ഉള്ളിൽ അനുഭവിച്ച് ആനന്ദിക്കുന്ന ഒരു പ്രത്യേക വികാരമാണ്. രഞ്ജിത, ഞാൻ ഒരിക്കലും ഒരു പേഴ്സണൽ ലൈഫ് അല്ല ഉദ്ദേശിച്ചത്, പഴയ കാലത്തെ ഒരു ക്യാമ്പസ് ലവ്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുടെ പ്രശ്നമാണ്. പഴയ കാലത്തെ പ്രണയം ഭയങ്കര പവിത്രമായിരുന്നു. പഴയ കാലത്ത് ഈ പ്രണയം പ്രകാശിപ്പിക്കാനുള്ള മാധ്യമങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പം എനിക്കൊരു പെൺകുട്ടിയോട് പ്രണയമാണ് എന്ന് പറയണമെങ്കിൽ ഞാനൊരു സൈക്കിളും എടുത്ത് എത്രയോ ദിവസം ഈ കുട്ടി ട്യൂഷൻ ക്ലാസ്സിലോ ടൈപ്പ് റൈറ്റിംഗ് സെൻറ്ററിലോ കോളേജിലോ ഒക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെ നടക്കണം. ഇപ്പോഴാണ് ഒരു SMS അയച്ചാൽ കാര്യം വ്യക്തമായി അല്ലേ? വാട്സാപ്പ്, ഒരു SMS-ലാണല്ലോ തുടക്കം. പ്രണയലേഖനം എഴുതുകയേ വേണ്ട. പണ്ടൊക്കെ ആണെങ്കിൽ പുസ്തകത്തിൽ നിന്ന് കടലാസ് വലിച്ചു കീറി എത്രയോ ലേഖനം എഴുതണം ഒന്ന് പ്രണയിക്കണമെങ്കിൽ. അപ്പോൾ പ്രണയം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്താനുള്ള സാങ്കേതികതകളൊക്കെ വളരെ സുഗമമായി. അതുകൊണ്ട് മുഖത്ത് നോക്കാതെ കാര്യം പറയാം. മറ്റെവിടെയെങ്കിലും നിന്ന് മരച്ചോട്ടിലൊക്കെ നിന്ന് കോളേജിൻ്റെ കിണറിൻ്റെ സൈഡിൽ നിന്ന് ഇതിനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടണം, വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പക്ഷെ പ്രണയം എല്ലാ കാലത്തും ഈ മനുഷ്യൻ്റെ വികാരങ്ങൾക്ക് അങ്ങനെ സ്ഥായിയൊന്നുമില്ല. ഇന്ന്
ഇതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തം എന്ന് സ്വന്തം പ്രണയിനിയെ ചേർത്ത് പിടിച്ച് വിശ്വസിക്കുന്ന ഒരാൾ അടുത്ത 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ പരസ്പരം മുഖത്ത് നോക്കാൻ പറ്റാത്ത തരത്തിൽ അകന്നു പോയിരിക്കാം. ഡിവോഴ്സിന് മ്യൂച്വൽ പെറ്റീഷൻ ഫയൽ ചെയ്യാം. അപ്പോൾ പ്രണയം അങ്ങനെ ഒരു സ്ഥായിയായ വികാരമല്ല. എല്ലാ വികാരങ്ങളെയും പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കും, നമുക്ക് അച്ഛനെയും അമ്മയും പിരിഞ്ഞ് ഒരു നിമിഷം ഇരിക്കാൻ പറ്റില്ല. നമ്മൾ വളർന്നു കഴിഞ്ഞാലോ നമ്മൾ അവരെ വിട്ട് വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോകും. അവർക്ക് നമ്മൾ ഏറ്റവും അധികം ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പോലും ചിലപ്പോൾ നമുക്ക് അവരോടൊപ്പം ഇരിക്കാൻ സമയമുണ്ടാവില്ല, സാഹചര്യമുണ്ടാവില്ല, ചിലപ്പോൾ മനസ്സുമുണ്ടാവില്ല. അവർ നിൽക്കട്ടെ, ഞാൻ ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിക്കും നമ്മളുടെ ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ മനുഷ്യന് സ്ഥായിയായ സ്നേഹങ്ങളില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളുണ്ടാവും. അവർ മറ്റൊരു മേഖലയിലേക്കായിരിക്കും ചിലപ്പോൾ ജീവിതം വഴിതിരിഞ്ഞു പോവുക. നമ്മൾ വേറെന്തെങ്കിലേക്കുമായിരിക്കും. നമുക്ക് പുതിയ സുഹൃത്തുക്കളുണ്ടാവും, പുതിയ മേച്ചിൽപ്പുറങ്ങളുണ്ടാവും. പഴയ സുഹൃത്തുക്കളെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതൊരു അസൗകര്യമായിട്ട് മാറാം. ഇത് ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാത്ത ഒരു സുഹൃത്തിനെ നമ്മൾ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ച് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും. എത്ര നേരം ഒരുമിച്ച് ഇരിക്കാൻ പറ്റും? മണിക്കൂർ കണക്കിന് സംസാരിച്ചിരുന്നിട്ടുണ്ടാവാം. എത്ര സമയം സംസാരിക്കാൻ നമുക്ക് വിഷയമുണ്ടാവും? ഉണ്ടാവില്ല. ഇത് പ്രണയമടക്കം മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങൾക്കും സ്ഥായീഭാവമില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. ഈ പറയുന്ന ഈ പ്രണയത്തിൻ്റെയൊക്കെ മധുരതരമായ മുഹൂർത്തങ്ങൾ പ്രണയിക്കുമ്പോൾ മാത്രമാണ്, ജീവിക്കുമ്പോഴല്ല. പ്രണയം ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഭ്രമാത്മകമായ ലോകമാണ്. അത് സ്വപ്നം കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു പ്രതലമാണ്. അതൊരിക്കലും യാഥാർത്ഥ്യത്തിൻ്റെ ഭൂമിയിൽ കാൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള ഒരു സഞ്ചാരമേ അല്ല. ഫാൻറ്റസിയാണ് പ്രണയം. ഫാൻറ്റസികൾക്ക് എപ്പോഴും അവസാനമുണ്ട്. അതാണ് പ്രണയത്തെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ കാലത്തായാലും കാളിദാസൻ്റെ കാലത്തായാലും നിങ്ങളുടെ കാലത്തായാലും. ഒരു മുദ്രമോതിരം കളഞ്ഞു പോകുന്നിടത്താണ് ശകുന്തളയുടെ പ്രേമം അവസാനിക്കുന്നത്. അപ്പോൾ ഒരു ഓർമ്മിക്കാൻ ഒരു അടയാളമില്ലെങ്കിൽ വിസ്മരിക്കപ്പെട്ടു പോകാവുന്നതാണ് പ്രണയം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സഞ്ചരിക്കാവുന്നതാണ് പ്രണയം. അതുകൊണ്ടാണ് ഒരാളിൽ നിന്ന് ഒരു പ്രണയ തകർച്ചയിൽ പെട്ടെന്ന് വീണ്ടും പ്രണയിക്കാനുള്ള വെമ്പൽ ആണിനും പെണ്ണിനും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മറ്റൊന്നിലേക്ക് പടർന്നു കയറാനുള്ള കന്യമാർക്ക് നവാനുരാഗങ്ങൾ, കമ്രശോണ സ്ഫടിക വളകൾ.